ടു A&M എക്സ്പ്രസ് പവർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ. ഞാൻ ആതിര. ഞാൻ മുരുകേഷ്. നിങ്ങൾ മറന്നുപോയി കാണുമെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇനി അല്ലേ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മുങ്ങും, പിന്നെ കുറെ നാൾ കഴിഞ്ഞ് പൊങ്ങും. പക്ഷെ ഇനി അങ്ങനെയല്ല. ഇനി നമ്മൾ ഇനി അതെ എവിടെ പോയി ചോദിച്ചാൽ പറയും അംബാനിയുടെ കല്യാണത്തിനൊക്കെ പോയി. അല്ലല്ല, ഇത് അങ്ങനെയല്ല. ഇത് സംഭവിച്ചത് എന്തെന്നാൽ ആതിരയ്ക്കും ഒരു ഫെലോഷിപ്പ്, എനിക്കൊരു കുഴപ്പമില്ല. ആതിരയ്ക്ക് ഒരു മണ്ടത്തരത്തിലുള്ള ഫെലോഷിപ്പ് എവിടെ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ നമ്മൾ അവിടെ പോയിരുന്നു അല്ലേ? നമ്മൾ അവിടെ പോയില്ല. UPL ടീം. ഞാൻ എവിടെ പോയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ അതിന് അറ്റത്തൂടെ പിടിച്ച് അത് ഉയർത്തിക്കൊണ്ട് വരണമെന്നല്ല ഒരു ചിന്തയില്ല. അയ്യോ, കയ്യിലൊക്കെ എന്തൊക്കെയാ കിടക്കുന്നത്? ഇതെന്താണെന്നറിയോ സാധനം? ഇല്ല, അറിയില്ല. നീ അറിയണ്ട. നീ അണിയാളൊന്നും അല്ല. ഇത് ഭയങ്കര മഹത്തരമായ സംഭവം. പ്രത്യേകിച്ച് ഒന്നുമില്ല. എവിടുന്നോ കളഞ്ഞു കിട്ടി, നാട്ടിൽ പോയി ആരുടെയും അടിച്ചു മാറ്റി. ഇത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഞാൻ പറയാം. ഇത് ഇന്തോനേഷ്യയിലുള്ള ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട്. ദൈവം ഇങ്ങനെ കാണിച്ച വേറെ ആയിപ്പോ. വിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടെ നിന്ന് അവിടെ വിഷ്ണു അല്ലല്ലോ, ഗരുഡ വിഷ്ണു എന്നാണ് അവര് പ്രാർത്ഥിക്കുന്നത് എപ്പോഴും. അമ്പലത്തില് വിഷ്ണു മാത്രമല്ല, ഗരുഡ വിഷ്ണു എന്നാണ്. അപ്പൊ അതിലെ ഗരുഡന്റെ ഒരു മോതിരമാണിത്. ഇത് എന്തോ ഗരുഡൻ ഇട്ടിരുന്ന മോതിരം അടിച്ചു മാറ്റിക്കൊണ്ട് വന്നു. എങ്ങനെയാണ്? ഗരുഡൻ എന്ന് പറയുമ്പോൾ അവിടെ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണന്റെ പേരല്ല, ഗരുഡൻ വിഷ്ണു ഭഗവാന്റെ വാഹനം. ആ, ഗരുഡന്റെ മോതിരം അടിച്ചോണ്ട് വന്നതാണ്. നിനക്ക് അതിനുള്ള ഫെലോഷിപ്പ് പോരാ. പിന്നെ അപ്പൊ നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത് എന്തിനെന്നാൽ നിങ്ങളെ കോളുകൾ പ്രതീക്ഷയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു, നിങ്ങൾ എന്താണ്, നിങ്ങൾ എവിടെയാണ്, നിങ്ങളെ കാണാനില്ലല്ലോ, UPL കാണാനൊരു മൂടില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിശേഷങ്ങളും നമ്മളുടെ വിശേഷങ്ങളും ഒക്കെ കേൾക്കാനും 0423824991 വിളിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ പങ്കുവെച്ച് നമുക്ക് ഗെയിംസ് ഉണ്ട് ഇവിടെ കളിക്കാൻ. നിങ്ങൾക്ക് തരാൻ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. അതെ, വിളികൾ കൂമ്പാരമായാലേ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് വിളിക്കുക. അപ്പൊ അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അവർ ചിലപ്പോൾ മറന്നുപോയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് പോകാം. അതിലേക്ക് മൈക്ക് കുത്താൻ അറിയില്ല എന്നാണ് അകത്ത് പറയുന്നത്. ഒരു ബ്രേക്ക് പോയിട്ട് തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. അപ്പോ കൃത്യമായി കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്, അതിലേക്ക് മൈക്ക് കുത്താൻ അറിയില്ല എന്ന് പറഞ്ഞ് അകത്തുനിന്ന് ശകാരിച്ചു. എനിക്ക് വിഷമം തോന്നി. അപ്പോട്ട് എന്താ ചെയ്യാ? ഇവിടെ 4 വർഷം കൊണ്ടായി ഇവിടെ വന്നിട്ട്. മൈക്ക് 2 മൈക്കൂടെ കൂട്ടിമുട്ടി. ഈ മോണിറ്റർ എവിടെയാണ്? മോണിറ്റർ നോക്കൂ. മോണിറ്റർ എന്നല്ല, ആ സാധനം മോണിറ്റർ സ്ക്രീൻ, വലിയ സ്ക്രീനാണ്. തല തൂക്കിയിട്ടേക്കണം. അത് 2 കൂട്ടിമുട്ടി ഉണ്ടായിരുന്ന പ്രശ്നം. 2 മോണിറ്ററും കൂടെ കൂട്ടിമുട്ടി. മുരുകേഷിനോടാണ് പറഞ്ഞത്. ഓക്കെ, ആദ്യം മനുഷ്യ ചെയ്യൂ. അമ്മൂട്ടി നടന്നോളൂ. KMFA ലോഞ്ച് ഇവന്റ് ആണ് ഈ വരുന്ന ജൂലൈ 28-ാം തീയതി വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പൊ അവര് അവിടെ ഒരു എന്താ പറയുന്ന ഒരു കൂട്ടായ്മയാണ് KMFA എന്ന് പറയുന്നത്. അപ്പൊ അവര് സംഘടിപ്പിക്കുന്ന വെറ്ററൻസിനായിട്ടുള്ള ഒരു ഫുട്ബോൾ മത്സരമാണ് നടക്കാൻ പോകുന്നത്. കമ്മിങ് ഓൺ ദ 28th of July വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഫുട്ബോൾ പ്രേമികൾക്കും ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമുള്ളവർക്കും ഇപ്പോൾ വേദികൾ കിട്ടാത്തവർക്കും, കാരണം കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അവരെ നോർമൽ ഗെയിംസിലൊന്നും ഉൾപ്പെടുത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കളിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ എന്തായാലും ഫുട്ബോൾ ലീഗ് ഇതിന് കൂടെ തന്നെ മറ്റ് ഈവൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡേറ്റ് ഓർത്ത് വെക്കുക. എന്നിട്ട് എന്താണ് പറ്റുമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക. എനിക്കിതിന്റെ ടാഗ് ലൈനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ റിയാസ് ഖാന്റെ അടിച്ചു കയറി വാ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി മിസ് ചെയ്യാം. ഈ ഒരു ഫുട്ബോൾ എക്സ്ട്രാവാഗൻസ ആണ് നടക്കാൻ പോകുന്ന KMFA ലോഞ്ച് ഇവന്റ്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷന്റെ ലോഞ്ച് ഇവന്റും അതിനോടൊപ്പം ആണ് ഈ ഒരു ഫുട്ബോൾ മത്സരമൊക്കെ അവിടെ അരങ്ങേറാൻ പോകുന്നത്. അപ്പൊ എന്തായാലും മിസ് ചെയ്യാതെ നിങ്ങൾ ആ ദിവസം അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കുക. അപ്പൊ എന്തായാലും അടിച്ചു കയറി വാ. അതെ, നമ്മൾ ഇങ്ങോട്ടും അടിച്ചു കയറി വാ. നമ്മുടെ കോൾസ് കാത്തിരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് കോളർ റെഡിയാണ്. ഹലോ മാലിക്. എന്തുണ്ട് മാലിക് വിശേഷം? മാലിക് എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? നമ്മള് മെസ്സഞ്ചറിൽ കൂടെ ചാറ്റ് ചെയ്യാറുണ്ടല്ലോ. അല്ല, ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഉമ്മ വന്നോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു വന്നു. നന്നായി. അല്ലെങ്കിൽ നീ എന്താണ് കൈവിട്ട് പോയേനെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് ഞാൻ ജോളിബി കഴിച്ചു കേട്ടോ. ജോളിബി കഴിച്ചപ്പോ ഞാൻ ഓർത്തത് മാലിക്കിനെയാണ്. അല്ല, ഞാൻ എവിടെ ജോളിബി കണ്ടാലും ഞാൻ ആലോചിക്കും. സത്യം. അവിടെ ഈ ചിക്കന്റെ സ്കിന്നൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്.
അപ്പൊ എന്തായാലും കഴിച്ചിട്ടില്ല. ജോലിബി കഴിച്ചിട്ടില്ല. ഓ എന്റെ അമ്മോ. ഇല്ല, ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം വെച്ചാ ജോലി കഴിച്ചിട്ടില്ല. ബാക്കിയെല്ലാം കേക്ക് കഴിച്ചിട്ടുണ്ട്, ടെക്സസ് ചിക്കൻ കഴിച്ചിട്ടുണ്ട്, ബർഗർ കിങ് കഴിച്ചിട്ടുണ്ട്. നീ കഴിക്കണ്ടേട്ടാ, നിനക്ക് ഇപ്പോഴേ ഒരു ലുക്ക് ഉണ്ട്. നീ അതുകൊണ്ട് കഴിച്ചാ കൂടുതൽ ആ ഒരു അത് വ്യക്തമായിട്ട് കബായൻ ലുക്ക് ഉണ്ട്. ആ ഇനി നാളെ വരുമ്പോഴത്തേക്ക് നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയാം അതേ. പിന്നെ മാലിക് എന്തൊക്കെയുണ്ട് വിശേഷം? ഇത്രയും ആഴ്ചകൾ, അതായത് 2-3 ആഴ്ചകൾ നമ്മളെ കാണാതിരുന്ന് നമ്മളെ മിസ് ചെയ്തോ? മിസ് ചെയ്തു അല്ലേ? മാലിക് വിളിച്ചത്. ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചത്. അപ്പൊ എനിക്കെന്താ മെസ്സേജ് അയക്കാഞ്ഞ്? മാലിക് സ്ത്രീകളോട് സംസാരിക്കില്ല, ഇല്ല മലയാളം സംസാരിക്കില്ല. അതുകൊണ്ടല്ല, ഫേസ്ബുക്കിൽ ആക്റ്റീവ് ഇല്ലാന്നല്ലേ അറിഞ്ഞു. അല്ലല്ല, ആദ്യം 24 മണിക്കൂർ ഫേസ്ബുക്ക് അല്ല, ആക്റ്റീവ് അല്ലാതല്ല, ആ പേജിൽ ആക്റ്റീവ് അല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഫേസ്ബുക്ക് എനിക്ക് വേറെ പ്രൊഫൈൽ ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പറ്റിയില്ല അല്ലേ? ഞാൻ വളരെ പോപ്പുലർ ആണ്, എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല? പറ്റുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മനസ്സിൽ മറ്റേ ഡയലോഗാണ് പോയതല്ലേ? ഏത്? ഇത്ര പോപ്പുലർ എന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അല്ലേ? അപ്പൊ എന്തായാലും മാലിക്, ഉമ്മ എവിടെ അടുത്തുണ്ടോ? അന്വേഷണം പറഞ്ഞേക്ക്. നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് കടക്കാം. ഇന്ന് എന്റെ ടീമിലാട്ടോ. ഗെസ് ദ മൂവിയാണേ. ഓക്കെ. മമ്മൂട്ടി, തിലകൻ, ബാബു ആന്റണി, മുരളി. കൗരവർ. കറക്റ്റ്. പക്ഷെ അതിൽ ആ ഒരു ഡയലോഗ് ഇന്നും നമ്മളെ നെഞ്ചി തട്ടി കിടക്കണേ. അടിപൊളി. അപ്പൊ എന്തായാലും ക്ലൂ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. മഹാഭാരതമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് സിനിമയുടെ പേര്. ക്ലൂവിന്റെ ഒന്നും ആവശ്യമില്ല. മാലിക് ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഉത്തരം പറഞ്ഞ് ക്ലൂ കൊടുത്ത് ലഭ്യരാവേണ്ട കാര്യം എന്താണ് നമ്മൾ? മാലിക്, അതിൽ ആ ഡയലോഗ് എന്താണെന്ന് അറിയോ? പോലീസുകാരൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതിലിപ്പോഴും ആ ഡയലോഗ് പറയാം, എന്നിട്ട് നമുക്ക് കൂടെ രോമാഞ്ചം കൊള്ളാലോ. ഞാൻ പടം കണ്ടിട്ടുണ്ട്, പക്ഷെ ഡയലോഗ് ഓർമ്മയില്ല. അതായത് മൊത്തം പോലീസ് ഫോഴ്സിന് അവരെ അടക്കാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പൊ അറിയത്തില്ല, മാലിക് കേട്ടിട്ടുണ്ടെങ്കിൽ. ഡയലോഗ് ഞാൻ മറന്നുപോയി. അതായത് പറഞ്ഞത്, ഈ 4 പേരെ പേര് പറഞ്ഞിട്ട് പറയും, ഒരു സമയത്ത് ഈ സിറ്റിയിലെ മുഴുവൻ പോലീസ് ഫോഴ്സിന് അലിയാർ ആന്റണി അങ്ങനെയാ അകത്തുനിന്ന് പറഞ്ഞു തരുന്നു. അതൊരു സത്യം പറഞ്ഞ കൗരവർ എന്ന് പറയുന്ന പോലെ ഒരു ക്ലാസിക് ആക്ഷൻ പടം. കൗരവർ മൂവി അധികം ടിവിയിൽ വന്ന് ഞാൻ കണ്ടിട്ടില്ല അല്ലേ? റിപ്പീറ്റഡ് ആയിട്ട് കൈരളിക്ക് കൊടുത്താൽ മതി, എല്ലാ ഓണത്തിനും കൗരവർ ഉണ്ടോ? ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ എന്തായാലും മാലിക് സമ്മാനം അങ്ങനെ അടിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആന്റിയോട് നമ്മുടെ അന്വേഷണം പറയാ. അപ്പൊ ഇനി എന്തായാലും വിളിക്കുക, ആന്റിയോടും അന്വേഷണം പറയാ കേട്ടാ. ഓക്കെ, ബൈ ബൈ. ഹലോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. റെയ്ഹാനത്ത് അല്ല, ഇതാരാണിത്? എന്റെ പേര് ഷംഷാദ്. ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ. പേര് സോറി, ഒന്നുകൂടെ പേര് പറയാമോ? പേര് ഷംഷാദ്. ഷംഷാദ്. ഹലോ ഷംഷാദ്, ടിവിയിൽ ശ്രദ്ധിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്നാൽ കോൾ അങ്ങ് കട്ടാവും. നമ്മൾ രണ്ടുപേരും ഡബ്ല്യു ആവും. അതുകൊണ്ട് ടിവിയിൽ അധികം ശ്രദ്ധിക്കരുത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. പേരെന്നോട് പറയൂ. ഷംഷാദ് എന്ത് ചെയ്യണു? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണ്. ദുബായിലാണോ? അതെ അതെ. ഓക്കെ. ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നത്? മാത്സ്. ഓ, മാത്ത് ടീച്ചറാണ്. അപ്പൊ പിള്ളേർക്കൊക്കെ ഭയം കൂടും അല്ലേ? അങ്ങനെ പറയാം. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് പഠിപ്പിക്കാൻ മാത്സിൽ? മാത്സിൽ ഓൾജിബ്ര. ഓൾജിബ്ര എന്നാ പറയാ? ഓൾജിബ്ര. നമ്മള് അൽജിബ്ര എന്നാ പറഞ്ഞു പഠിച്ചത്. ഓൾജിബ്ര, ജോമെട്രി, അങ്ങനെ പല സെക്ഷൻസ്. അൽജിബ്ര എന്നാണ് ഞാൻ പറഞ്ഞു പഠിച്ചത്. അൽജിബ്ര അത് ഏതോ നാട്ടിലെ നാടൻ സ്കൂളിലാണ്, അത് പറഞ്ഞിട്ട്. എന്താ നാടൻ സ്കൂളല്ലേ? അപ്പൊ എന്തായാലും നാടൻ സ്കൂളിൽ പഠിച്ചവരൊക്കെ മുരുകേഷ് ഷംഷാദ്, ഞാൻ കാര്യം പറയട്ടെ, ഇടയ്ക്ക് സംസാരിക്കായിരിക്കും. എന്താ ഇത്? ഞാൻ എനിക്ക് കിട്ടുന്നിടത്തൊക്കെ സംസാരിക്കും. ഒരു മര്യാദ വേണ്ടേ? അപ്പോ ഷംഷാദ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പേര് ആക്ച്വലി പറഞ്ഞാൽ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഷംഷാദ് എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതൊരു ആണാണ്. അത് ഞാൻ ചെറുപ്പം മുതൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതെന്താ അങ്ങനെ? അത് പേരിടുന്നത് നമ്മളല്ലല്ലോ. അല്ല, ഷംഷാദ് എന്ന് പറഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള പേരാണ്, കോമൺ അല്ലല്ലോ ഷംഷാദ്. കോമൺ നമ്മുടെ നാട്ടിൽ കോമൺ അല്ല, വേറെ പലയിടത്തും കോമൺ ആണ്. അത് പെൺകുട്ടികൾക്കുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഓ, എന്റെ പേരിട്ട സമയത്ത് എനിക്ക് എണീച്ചിരിക്കാൻ പറ്റിയെങ്കിൽ ഞാൻ പാമ്പേഴ്സ് ഊരി അടിച്ചേനെ. അന്ന് പാമ്പേഴ്സ് ഇല്ല. ഗ്രാൻഡ് പേരൻസ് ഇട്ടതാ.
അവർക്കാണ് ഈ കുഴപ്പം കേട്ടോ. ഈ ഗ്രാൻഡ് പേരൻസിനാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ. മുരുകേഷിന്റെ വിചാരം മുരുകേഷ് കുഞ്ഞായപ്പോ പാമ്പർ കെട്ടിയാ നടത്തിയതെന്ന്. പിന്നെ അന്നുണ്ടായിരുന്നു നമുക്ക് വേറെ സംഗതി ഉണ്ട്. ആ ഈ എവിടെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും പിന്നെ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം. ആ കറക്റ്റ്, അത് ശരിയാട്ടോ, ആരും മറക്കൂല. അത് കറക്റ്റ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുത്തനും പറക്കൂല ഈ മുഖം. അങ്ങനെയുണ്ട്, ഒരിക്കലും മറക്കൂല. അപ്പൊ ശംഷാദ് ഇപ്പൊ അവധിയല്ലേ? അതെ അതെ അതെ. അപ്പൊ എന്താണ് ഈ അവധിക്ക് പരിപാടി? 2 മാസം നിങ്ങൾ ഫ്രീ അല്ലേ ടീച്ചേഴ്സ് അല്ല? പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ടീച്ചേഴ്സിന് അങ്ങനെ ഹോംവർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കുട്ടികൾക്ക് കൊടുക്കണ പോലെ? ഉണ്ടോ? ഓ അത് ശരി. അപ്പൊ ഈ 2 മാസം ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ലേ? ഫ്രീ ആയില്ല, ചില ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് പഠിക്കാനാണോ പഠിപ്പിക്കാനോ? പഠിപ്പിക്കാൻ. വലിയ ക്ലാസ്സിലെ കുട്ടികൾക്ക്. ആരാണ് യുദ്ധഭൂമിയിലെ പുതിയ പടൻ? കേട്ടില്ല. ആരാണ് ഇപ്പൊ വന്ന് അടുത്തൊന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അത് കുഞ്ഞാണ്. എന്താണ് പേര്? നെദ ഖാത്തൂൻ. നെദ ഖാത്തൂൻ. അവിടെ ഭയങ്കര ഒരു ബഹളം ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ. എന്താണ് ബഹളം? ആ കുഞ്ഞ് ബഹളം വെക്കുന്നതാ. കുഞ്ഞിന്റെ ബഹളം? പഞ്ചായത്ത് സഭ. അതെ അതെ, അങ്ങനെ. അന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അപ്പൊ പിന്നെ എന്തെങ്കിലും ആവട്ടെ. ഈ നെദ ഖാത്തൂൻ എന്ന പേര് നല്ല രസമുണ്ട് കേട്ടോ. അതെ, നെദ ഖാത്തൂൻ. എന്താണ് അതിന്റെ അർത്ഥം? പെട്ടെന്ന് നമ്മുടെ തന്നെ ശബ്ദമാണ്. സത്യമായിട്ട് എനിക്കും അറിയത്തില്ല, ഞാൻ ഇട്ടതല്ല. ആരിട്ടതാ? ടി വി ഇപ്പോഴും ഓഫ് ചെയ്തിട്ടില്ല അല്ലേ ശംഷാദ്? നെദാന്ന് പറഞ്ഞ മഞ്ഞുതുള്ളിയാണ്. ആ, ഖാത്തൂന്റെ അർത്ഥം അറിയില്ല, അത് എന്റെ ഫാദർ ഇട്ടതാണ്. അവിടെയും ഗ്രാൻഡ് ഫാദർ വന്നു അല്ലേ? പക്ഷെ ഇതിപ്പോ എന്റെ ഫാദർ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നല്ലേ? കുട്ടി വളർന്നു വേണമെങ്കിൽ പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് നെദ എന്റെ ടീമിലാണ്. അല്ല, ശംഷാദ് നെദ എന്റെ ടീമിലാണ്. എനിക്ക് കുട്ടികളോട് ഉരുളുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ. അങ്ങനെ. ഇത് ഗസ്തി സോങ് ആണ് കേട്ടോ. സോങ് പാട്ട് പാടുവോ ശംഷാദ്? ഒരിക്കലും ഇല്ല. അതെന്താ ഒരിക്കലും ഇല്ലാതെ? കാളരാഗമായിരിക്കും. കുട്ടികളൊക്കെ നിർബന്ധിക്കുമ്പോഴേ കുഞ്ഞുങ്ങളെ പാടി ഉറക്കുക അങ്ങനെയൊന്നുമില്ല? ഒരിക്കലും ഇല്ല. കഥ പറഞ്ഞു ഉറക്കും അല്ലേ? ഇതാണ് ബ്രദർ ഉണ്ടോ അവിടെ? ഇപ്പൊ ഇല്ല, പുറത്തു പോയിക്കോ. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ചോദ്യം ഇതാണ്. ഞാൻ ഈ നമ്മളെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ഫസ്റ്റ് ടൈം കാണുമോ എന്താന്ന് പോലും അറിയാതെ ഞാൻ വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് ഗസ്തി സോങ് ആണ്. അതായത് നമ്മൾ കുറച്ച് ക്ലൂകൾ തരും, അതിൽ നിന്ന് പാട്ട് കണ്ടുപിടിച്ച് പാടണം. സിനിമയിലെ ഏത് സിനിമ പറഞ്ഞാലും കുഴപ്പമില്ല, പാട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. സുരേഷ് ഗോപി, പത്മപ്രിയ, ജയരാജിന്റെ സിനിമ. സുരേഷ് ഗോപി, പത്മപ്രിയ, ജയരാജിന്റെ സിനിമ. അതെ. പ്ലാസ്റ്റിക് കിറ്റ് അല്ല, ജാസി ഗിഫ്റ്റ്. പാടിയത് ജാസി ഗിഫ്റ്റ് ആണ് സംഗീതവും. ജാസി ഗിഫ്റ്റ് പാടിയ ഒരു മെലഡിയാണ്. ആ ശബ്ദം വെച്ചോണ്ട് ഏത് മെലഡി പാടിയത്? ഞാൻ എന്റെ മനസ്സിൽ വന്നത്. പക്ഷെ അത് ഏത് സിനിമ? അത് ഞാൻ പറയാതെ നല്ല ജാസി ഗിഫ്റ്റിന് മെലഡി ഓർക്കുമ്പോ ഈ ഒരു പാട്ട് എന്തായാലും കിട്ടും. അത് തന്നെ. ആരാണ് പാടി തന്നെ? എന്റെ നാത്തൂനാണ്, ബ്രദറിന്റെ വൈഫ്. അപ്പൊ നാത്തൂനോട് പറയും പാടാൻ. ആരെങ്കിലും പാടും? രണ്ടുപേരും പാടി കൊടുക്കുന്നു. ഇല്ല, നാത്തൂൻ ഭയങ്കര നടക്കാരിയാ. അയ്യോ. അപ്പൊ പാടിക്കോ മുരുകേഷ്. അഴകാലില മഞ്ഞച്ചരടിയില് നിങ്ങൾ ഷോല് വിളിച്ച് കാളരാഗം പാടി പാട്ട് കേൾക്കാൻ ഇഷ്ടം. നമുക്കെതിരെ യു എ മുഴുവൻ കേസ് വരണ്ടേ? എന്തായാലും നല്ല ട്യൂണുണ്ട് പാടുന്നതൊക്കെ. അതാണ് രസമുണ്ട്. അപ്പൊ അതായിരുന്നു ആ പാട്ട്. അത് വേണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ശംഷാദ് ഉത്തരം കറക്റ്റ് ആയിട്ട് ആ നാത്തൂൻ കണ്ടുപിടിച്ചതുകൊണ്ട് ശംഷാദിന്റെ പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഷോ അവസാനം വരെ കാണാം. ലക്കി വിന്നർ ആവുകയാണെങ്കിൽ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ബ്രദറിന്റെയും നാത്തൂന്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞേക്കൂ. ബ്രദറിന്റെ പേര് സാജിദ്, നാത്തൂന്റെ പേര് ഷംന. എല്ലാവർക്കും ഒരേ പ്രാസം തന്നെ, ശംഷാദ്, ഷംന. ഞങ്ങൾ ഒന്നിച്ചാ താമസിക്കുന്നത്. ഓ നൈസ് നൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഷോ ഇനിയും കാണണം കേട്ടോ. എല്ലാ തേഴ്സ്ഡേസും ഈ ഒരു സമയം നമ്മളിവിടെ ഉണ്ടാവും. ഓക്കെ, ബൈ. അപ്പോ എന്തായാലും ആ പാട്ട് കണ്ടുപിടിച്ച കുട്ടിക്ക് ഒരു പൊൻതൂവല്ലേ? പെട്ടെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യം. ജാസി ഗിഫ്റ്റിന്റെ മെലഡി എന്ന് പറയുമ്പോൾ ഈ പാട്ട് ഓർമ്മ വരും, കാരണം പുള്ളി മെലഡി പാടിയത് അധികം കുറവാണ്. അല്ല, റെയിൻ റെയിൻ ആ പടത്തിലില്ലേ? അതില് റെയിൻ റെയിൻ മെലഡി ഇല്ല. ജാസി ഗിഫ്റ്റ് പാടിയത് മെലഡി ഉണ്ട്. ജാസി ഗിഫ്റ്റ് അങ്ങനെയാണോ നീ ഉദ്ദേശിച്ചത്? പാടിയ പാട്ട് തന്നെ ഉദ്ദേശിച്ചത്, പിന്നെ അല്ലാണ്ട്. അപ്പൊ എന്തായാലും ഹലോ ലജ്ജാവതിയും മെലഡിയല്ലേ? ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? തുളസി.
തുളസി. കൃഷ്ണ എന്തൊക്കെയുണ്ട് തുളസി വിശേഷം? എല്ലാ ആഴ്ചയും നമ്മളിവിടെ നിൽക്കുകയല്ലായിരുന്നു, വിളിക്കാത്ത എന്ത്? നിങ്ങളല്ലേ ഇല്ലാത്തത്. കറക്റ്റ്, അത് അങ്ങനെ ചോദിക്കാം തുളസി. അപ്പൊ നോക്കുന്നുണ്ട്. നമ്മളല്ല കേട്ടോ, ഞാൻ പാവം ഉണ്ടായിരുന്നു, പക്ഷെ ഈ മനുഷ്യനില്ലായിരുന്നു. ആര്? ഈ മനുഷ്യൻ. നീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. പാവം നടന്നു. നീ പാവി അങ്ങനെ പറയണം. ഞാൻ പാവം. തുളസി, ഹലോ. അവിടെ എന്താണ് ഇത്ര ബഹളം? ഗുസ്തി വല്ലതും നടക്കുന്നുണ്ടോ? ഇല്ല, അന്ന് മോനാണോ? അവധിയല്ലേ പിള്ളേർക്ക്, എന്ത് ചെയ്യും അവധിക്കാലത്ത്? വെറുതെ ഇങ്ങനെ ടി വി എല്ലാം കണ്ടിരിക്കും. അതാണല്ലേ, എന്ത് ഏൽപ്പിക്കല്ലേ. ഒന്നാമത് സമ്മർ ആയതുകൊണ്ട് കുട്ടികൾക്ക് വെളിയിൽ പോകാൻ പറ്റില്ല, ഭയങ്കര ചൂട്. അതെ, സമ്മർ ക്യാമ്പിനൊക്കെ വിടുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇനിയിപ്പം കുറച്ച് അടുത്ത ആഴ്ച നാട്ടിലേക്ക് പോകുന്നുണ്ട്. നാട്ടില് ഇടിവെട്ട് മഴ. നാട്ടിലാണെങ്കിൽ ഇടിവെട്ട് മഴ. അതെ, നാട്ടില് പല കളറിലുള്ള അലർട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഓറഞ്ച്. നമ്മുടെ നാട്ടിലെല്ലാം അലേർട്ട് തന്നെയാണ്. 2 ദിവസമായി സ്കൂളില്ല. കണ്ണൂര്. നാട്ടില് സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഓഫീസിൽ പോണവർക്കുള്ള ഗുണങ്ങളില് നാട്ടിൽ ഒരുപാട് അവധികളുണ്ട്. പിന്നെ ഇതുപോലെ മഴ വന്ന അവധി, പിന്നെ പോണ്ട, ആരെങ്കിലും തുമ്മിയ അവധി, സമരം. അപ്പൊ എന്തായാലും അടിപൊളി. തുളസി എന്റെ ടീമിലാട്ടോ. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം തുളസി? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഗെസ് ദ മൂവി ആട്ടോ. ഓക്കെ. മുരളി, ഉർവശി, മനോജ് കെ ജയൻ, ഇന്നസെന്റ്. പളനി പശ്ചാത്തലമാക്കിയ സത്യൻ അന്തിക്കാട് ചിത്രം. പളനി പച്ചാളം പാസിയ മനസ്സിലായി. പളനി പശ്ചാത്തലമാക്കിയ സത്യൻ അന്തിക്കാട് സിനിമ. പക്ഷെ അത് മുരളി, ഉർവശി, മനോജ്. എനിക്കറിയാം. പക്ഷെ സിനിമയുടെ പേര് ഓർമ്മ വരുന്നില്ല. അതെ അതെ അതെ, സുനിതയുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതായത് ഉർവശി മുരളിയും പിള്ളേരുമായിട്ട് ഒരു സ്ഥലത്തേക്ക് താമസത്തിന് വരിക. നിരഞ്ജൻ പറയുന്നൊന്നും കേൾക്കില്ല. സത്യൻ അന്തിക്കാടിന്റെ സിനിമയാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച സംഭവമല്ല. വേറെ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? വേറെ സിനിമയുടെ പേര് മാത്രമേ എനിക്കറിയാവൂ. അങ്ങനെയല്ല. ഇന്നസെന്റ് ഒരു കുതിരവണ്ടിക്കാരനായിട്ടാണ് ആ സിനിമയിൽ. നല്ലൊരു ക്ലൂ ആണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ സുനിത എന്ന് പറഞ്ഞ നടിയുണ്ട് ഈ സിനിമയില്. കിട്ടുന്നില്ല, അറിയില്ല. പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. എനിക്ക് സിനിമ പേരോ. സ്നേഹസാഗരം. അതൊന്നും അറിയില്ല. അരികിൽ വന്നവളേ വെങ്കലാണ് ഓർമ്മ വന്നത്. എനിക്കതാണ് ആദ്യം ഓർമ്മ വന്നത്, പിന്നെയാണ് ഈ സിനിമ ഓർമ്മ വന്നത്. അപ്പൊ സാരമില്ല തുളസി. അപ്പൊ നാട്ടിലൊക്കെ പോയി അടിച്ചു പൊളിക്കും, മഴയൊക്കെ ആസ്വദിക്കും. അതെ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല മഴയും നല്ല കാറ്റ്. ഇവിടുത്തെ ചൂടിന്ന് അങ്ങോട്ട് ചെന്ന് ഇറങ്ങുമ്പോണ്ടല്ലോ നല്ല സുഖം. പക്ഷെ മഴ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ വെന്തുട്ടു. മഴ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അതെ, ഭയങ്കര ചൂടും പേർത്ത്. എന്തായാലും എൻജോയ് കേട്ടോ. തുളസി വിളിച്ചൊരു സന്തോഷം അവസാനം ഇല്ലാതായി. അതിപ്പോഴും ഉത്തരം പറയാതിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. പാർട്ടിസിപ്പേഷൻ ഈസ് ദി തിങ്. എന്നാലും അങ്ങനെയാണല്ലോ, നമുക്ക് കിട്ടിയ സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഒരു വിഷമം തന്നെയാണ്. അത് സാരമില്ല. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ശൈല ആന്റി. ആന്റി എന്തൊക്കെ ഉണ്ട് ആന്റി വിശേഷം? അയ്യോ, ആന്റി എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ലേ ആന്റി? അതെ അതെ, നാട്ടിൽ പോയിരുന്ന ഇടയ്ക്ക്. ഞാനല്ല, ഞാൻ പോയില്ലല്ലോ ആന്റി. പോയില്ലല്ലേ? എനിക്ക് ഒരു ഓട്ടോറിക്ഷ. അത് കുറച്ച് മുന്നേ പോയതാ, ഞാൻ അതെടുത്ത് ഇപ്പിട്ടു. ഞാൻ നാട്ടിൽ വന്നു. പിന്നെ എന്തൊക്കെയുണ്ട് ആന്റി വിശേഷങ്ങൾ? ആന്റി എന്തായി കല്യാണ കാര്യം മാലിക്കിന്റെ? ഒന്നും ആയില്ല, ഇങ്ങനെ നോക്കി. നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്നിട്ട് മാലിക്കിനെ കളിയാക്കുകയും ചെയ്യും. അപ്പൊ എങ്ങനെ പെൺകുട്ടികൾ വരും? അല്ലേ മാലിക്കിനെ പോലെ ഇത്രയും നല്ലൊരു പയ്യൻ സംസാരിക്കുന്നത് കേട്ടാ അറിഞ്ഞൂടെ? അറിയാം. പിന്നെ ഇത്രയും സുന്ദരനും സുമുഖനും അതാണ് ഉന്നത കുലജാലിതനും ആയ മാലിക്കിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ പറയുന്നത്. അതെ അതെ. അപ്പൊ ആന്റി ഇന്ന് ആതിരയുടെ എന്റെ ടീമിലാണ് ആന്റി. നല്ലത് കിട്ടട്ടെ. ആന്റി വീണ്ടും സോങ് ആണ്. മുരളിയാണല്ലോ പിടിച്ചേക്കണം. നിരഞ്ജൻ, മോഹൻലാൽ, മുരളി, രവീന്ദ്രൻ, യേശുദാസ്. ടാക്സിയിൽ തുടങ്ങുന്ന ഗാനം.
എന്റെ ദൈവമേ, അനത്തിലെ പാട്ടല്ലേ? അതന്നെ. ആനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ നെല്ലുണ്ടേ, നിലയുള്ള കൊട്ടാരമുണ്ട്. അതാണ് പാട്ട്. പൊന്നുണ്ടേ. അപ്പൊ ആന്റി അപ്പൊ സമ്മാനം അടിച്ചിരിക്കുകയാണ് അടിച്ചിരിക്കുകയാണ്. വീണ്ടും അല്ലേ? മാലിക്കിന് ആദ്യമേ അടിച്ചു, ഇപ്പൊ വീണ്ടും ശൈല ആന്റിക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ഫോർ കോളിംഗ് ആന്റി. ആന്റി ഇനിയും വിളിക്കണം കേട്ടോ ആന്റി. ഈ സമ്മാനം അടിക്കുന്നില്ലാതെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടോന്നും അതാണ്. ശരി ആന്റി, വന്ന് വാങ്ങിച്ചാൽ മതി. ഓക്കെ. ഹലോ ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കും? എന്റെ പേര് ഷമൽ എന്നാണ്, കണ്ണൂരാണ്. ഷമൽ, കണ്ണൂർ. ഇത് പറഞ്ഞു തീർത്തിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടോ? ഇല്ല, എവിടെയില്ല. പിന്നെ എന്തിനാണ് നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാം. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു ബിസിനസ് ചെയ്ത ബിസിനസ് മാൻ ആണ്. എന്താണ് ബിസിനസ്? ഹലോ, എന്താണ് ഗ്രോസറിയാ, സൂപ്പർ മാർക്കറ്റ്. ഓ അടിപൊളി. എവിടെയാണ്? റോളക്ക്. റോള ഷാർജ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാ സുഖമായിട്ട് പോകുന്നു. നാട്ടിലെവിടെയാ? കണ്ണൂർ എന്ന് പറഞ്ഞു അല്ലേ? നാട്ടിലെ കണ്ണൂർ. അവിടെ എങ്ങനെയാണ്? അലർട്ട് വല്ലതും വന്നിട്ടുണ്ടോ മഴ പെയ്തിട്ട്? ഉണ്ടല്ലോ. അവിടെ കാര്യമായിട്ടൊന്നും ഇല്ലെന്നാ കിട്ടിയ ന്യൂസ്. അയ്യോ, ഇപ്പൊ തുളസി വിളിച്ചപ്പോ പറഞ്ഞു കണ്ണൂരൊക്കെ അലേർട്ടാന്ന് പറഞ്ഞു. അതറിയില്ല, ഞാനിപ്പോ വിളിച്ചില്ല. വിളിച്ചതിന് ശേഷമായിരിക്കും അലർട്ട് വന്നിട്ട്. ഷമൽ, അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്? ഇവിടെ റൂമില് ഇല്ല, നമ്മളെ സ്റ്റാഫേ ഉള്ളൂ. ഫാമിലി നാട്ടിലല്ലേ? ഫാമിലി നാട്ടില. അവിടെ ആരൊക്കെ ഉണ്ട്? എല്ലാരും പേരൊന്ന് പെട്ടെന്ന് പറയാൻ പറ്റിയാൽ പറഞ്ഞോ. ഇവിടെ ഒരു അനീഷ് ഉണ്ട്, അബൂബക്കർ ഉണ്ട്, സിദ്ദീഖ്. എല്ലായിടത്തും ഒരു ഹായ് പറഞ്ഞേരെ. എല്ലായിടത്തും ഹായ് പറയാം. കാരണം ഈ ചൂടത്ത് വർക്ക് ചെയ്യുന്നവരെ അല്ലേ? അതെ. നിങ്ങളെ ഈ പുറത്ത് ഡെലിവറി ഒക്കെ ഇല്ലേ? അതെ, ഡെലിവറി. അയ്യോ, അത് കാണുമ്പോ തന്നെ ഒരു വിഷമമാണ്. അതെ. അപ്പൊ ഷമൽ പാട്ട് പാടുവോ? ഇല്ലപ്പാ. നാട്ടിൽ പോകുന്നുണ്ടോ ഇനി ഈ അവധി സമയത്ത്? നാട്ടില് ഇപ്പൊ പോയിട്ട് വന്നതാ. പോയിട്ട് വന്നാണല്ലേ. എല്ലാ നാട്ടിലും സുഖമായിട്ടിരിക്കുന്നു? എല്ലാരും സുഖമായിട്ട്. ആരൊക്കെ ഉണ്ട് ഫാമിലിയില്? ഫാമിലിയില് വൈഫ്, 2 കുട്ടികള്. എന്തൊക്കെയാണ് അവരുടെയൊക്കെ പേര്? ഫാമിലി വൈഫിന്റെ കുട്ടികളുടെ പേര് പറഞ്ഞു. വൈഫിന്റെ പേര് സുവർണ, ശ്രീദേവ്, ശ്രീയാലക്ഷ്മി. ശ്രീയാലക്ഷ്മി, അടിപൊളി പേര്. ശ്രീദേവ് നല്ല, ശ്രീയാലക്ഷ്മി നല്ല പേര്. സുവർണ നല്ല പേര്. അതെ. നമ്മുടെ പഴയ വൈശാലി സിനിമയിലെ നടിയുടെ പേര് സുവർണല്ലേ? ഞാൻ നോക്കി കഴിച്ചല്ലേ. എന്റെ ഏതാണ്ട് വൈബും സെറ്റായി വരണം. അപ്പൊ ഇന്ന് എന്റെ ടീമിലാട്ടോ. ഷംല എന്നല്ലേ പേര് പറഞ്ഞേ? അതെ. ഓക്കെ. അപ്പൊ എന്തായാലും ഗസ്റ്റ് സോങ് ജയറാം, ശോഭന, KJ യേശുദാസ്, മിൻമിനി. ഈ പാട്ട് എനിക്കറിയാം. കന്നുകാലി തൊഴുത്തിൽ ശാന്തി മുഹൂർത്തം. അയ്യോ, ഒരു ക്ലാസിക് പടമാണ്. പാട്ടാണ് ഗസ് ചെയ്യണ്ടേ. നല്ലൊരു പാട്ടാ. മേലെപ്പറമ്പിൽ ആ വീട്ടിലെ പാട്ട് തന്നെയാണോ വേണ്ടത്? പിന്നല്ലാണ്ട്. പിന്നെ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിലെ പാട്ട് പറയാൻ പിന്നെ ബാലങ്കിന്നാരന്റെ മഴവിലെ പാട്ട് പാടിയാ മതിയാ. ഇത് തുടങ്ങുന്ന ഒരു ലോഹത്തിലാണ് അല്ലേ പാട്ട് തുടങ്ങുന്നല്ലേ? ആ ഒരു ദിവസം ലോഹം. അപ്പൊ ആ പാട്ടല്ല ആലോചിച്ച് വെച്ചിരിക്കുന്നത്. അത് തന്നെ, ഒരു ലോഹം, ഒരു ദിവസം ഒക്കെ വരുന്ന ഒരു വാക്ക് മലയാളത്തിലെ. അതെ, വളരെ എളുപ്പമാണ് ഇത്. ആ ദിവസം തൊട്ടടുത്ത് തന്നെ വരും. ഇപ്പൊ വരുന്നില്ല വായില്ല, അതല്ലേ പ്രശ്നം. വെള്ളിത്തിങ്കൾ പുകിന്നം തുള്ളിത്തൂകി ഉള്ളിനുള്ളിൽ താലോലം താളം തേടി കാണാപ്പൂഞ്ചെപ്പിലെ തെങ്കാശി കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ വെള്ളിത്തിങ്കൾ പുകിന്നം തുള്ളിത്തൂകി. അതാണ് ആ പാട്ട്. അതെ ബ്യൂട്ടിഫുൾ ആയിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ട്. ശോഭന നല്ല സുന്ദരിയായിരിക്കും പാട്ടല്ലേ. എന്ത് ഭംഗിയാ ശോഭന ഇതിന്റെ അകത്ത് കാണാനായിട്ട്. അപ്പൊ എന്തായാലും ഷംല ഇനിയും വിളിക്കണം. ഷമൽ എന്നെ കൊണ്ടും അത് ഷംല ആമില എന്നൊക്കെ ആക്കും പേര്. ഷംല അല്ല ഷമൽ എന്നോട് ഷമൽ. അപ്പൊ ഇനിയും വിളിക്കാം കേട്ടോ ഷമൽ. ചമ്മൽ മാറിയിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് വിളിക്കുന്ന സമയമായിട്ടില്ല. ഒരു കോൾ കൊണ്ട് നോക്കാം. ഹലോ. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഷൈബാഷ്. ആരാണ്? ഷൈബാഷ്.
എല്ലാം വ്യത്യസ്തമായ പേരുകളാണല്ലോ. ഷമൽ, ഷൈബാഷ്, പേരുകളാണ് എല്ലാം. ഷൈബാഷ്, ഷൈബാഷ്. ആരാണ് ഈ പേര്? പേര് എന്റെ അച്ഛൻ, അമ്മ. എന്തുകൊണ്ടാണ് ആരെങ്കിലും പേര് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടതാ, സിങ്ക് ചെയ്തിട്ടതാണോ അച്ഛനും അമ്മയുടെ പേര് അങ്ങനെയുള്ളതും? അതെ, കറക്റ്റ് ആണ്. എങ്ങനെയാണ് അച്ഛന്റെ അമ്മയുടെയും പേര്? അച്ഛന്റെ പേര് ഭാസ്കരൻ, ആ അമ്മയുടെ പേര് ശൈലജ. കണ്ടാ? ഓ അടിപൊളി. കാരണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേരുകൾ വരാറില്ല. എന്റെ ഗസ് എങ്ങനെ ഉണ്ടാ? എന്റെ അച്ഛന്റെ പേര് ഗോപൻ, അത് അമ്മയുടെ ആ കാര്യത്തിൽ, അതായത് 82 ആ ടൈമൊക്കെ അങ്ങനെ ആയിരുന്നു കൂടുതൽ. അമ്മയുടെ പേര്, അച്ഛന്റെ പേര് എന്താണ്? ഗോപൻ. അച്ഛന്റെ പേര് ലാൽ എന്നായിരുന്നെങ്കിൽ അമ്മയുടെ പേര് ഊ ആയിരുന്നെങ്കിൽ തന്നെ കറക്റ്റ് പേര് തന്നെ ഊള. അപ്പൊ എന്തായാലും ഷൈബാഷ്. എന്റെ അച്ഛന്റെ പേര് അല്ല, മാറ്റല്ലേ? പേര് മാറിയെങ്കിൽ അങ്ങനെ ആയെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. അങ്ങനെ കുറെ പേരുകളുണ്ട്. ഇപ്പൊ നമുക്ക് ഭാസ്കര, രമണിയൊക്കെയാണ് ഭരണി എന്നൊക്കെ പേര് വരും. ശരിയല്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവിടെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, നമ്മുടെ കല്യാണം കഴിച്ചിട്ട് നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് ആ സമയത്ത് തോന്നുന്ന ഒരു പേരുണ്ടല്ലോ, ആ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആണോ? എന്താണ് ഷൈബാഷിന് കുട്ടികളുണ്ടോ? ഉണ്ട് ഉണ്ട്. എന്താണ് അവരുടെ പേരുകൾ? പക്ഷെ ഞാനിട്ട പേര് അങ്ങനെയല്ല. എന്താണ് ഇട്ടത്? മോളുടെ പേര് നവോമിക. ആഹാ. മോളുടെ പേര് നവോമിക. ആ ഓക്കെ. മോന്റെ പേര് ശ്രീഹരി. ശ്രീഹരി. ശ്രീഹരി നല്ല പേര്. നവോമിക എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പേര്. ഈ ശ്രീഹരി എന്നുള്ള പേരിനോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്. എന്താണെന്നറിയോ? പെട്ടെന്ന് പറ, ഷൈബാഷിന് അറിയാമെങ്കിൽ. അറിയോ? എനിക്കറിയില്ല. ചിറക്കൽ ശ്രീഹരി. ആ മറ്റേ ചന്ദ്രോത്സവത്തിലെ രഞ്ജിത്തിന്റെ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയിലെ കഥാപാത്രമാണ് ചിറക്കൽ. അതിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുവോ ഷൈബാഷ്? പാട്ട് കേൾക്കും. കേൾക്കും. ഓക്കെ ഓക്കെ. എന്താ വൈഫിന്റെ പേരെന്താ? വൈഫിന്റെ പേര് സമിഷ. 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 എല്ലാം ആ അടിപൊളി. പിള്ളേരുടെ വേഷം നവോമിക, ശ്രീഹരി. നവോമിക മാത്രം മാറിപ്പോയി, എന്നായിപ്പോയി അല്ലേ? നമ്മള് ഈ കുട്ടി ഉണ്ടായ സമയത്ത് നമ്മുടെ പേരിടുമ്പോൾ നമ്മുടെ അക്ഷരം നോക്കിയിട്ടൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അതിൽ എസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സാ ഉണ്ടായിരുന്നില്ല. ഈ വൈഫിന്റെ പേര് സമീക്ഷ എന്നാണ്. സമീക്ഷ. സമിഷ. പേര് മാറ്റണ്ടേ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ രണ്ടുപേരും കേട്ടിട്ടേ ഉടനെ പേര് മാറ്റി സമീക്ഷയാക്കി. ഞാൻ കുറച്ച് മുന്നേ കേട്ട ഒരു പേര്, അപ്പൊ ഞാൻ വിളിക്കണം തോന്നി. ഏത് പേര്? വേറെ കുറച്ച് മുന്നേ ഒരു ഷംഷാദ്. അപ്പൊ എന്തായാലും വിളിച്ചല്ലോ ഷൈബാഷിനെ. എന്ത് ചെയ്യണു ഷൈബാഷ്? ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. എയർപോർട്ടിൽ. ആ ഓക്കെ. ധനാറ്റയിലാണ്. ഏത് സെക്ഷനിലാണ്? ഞാൻ ടെക്നിക്കൽ സർവീസസ്. ടെക്നിക്കൽ സർവീസ് അല്ലേ? ഓക്കെ. ടെർമിനൽ 2 or 1? നമ്മള് ഓൾ അറൗണ്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും പോകുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. നാട്ടിലെവിടെയാ? കണ്ണൂരാണ്. കണ്ണൂര്. എല്ലാം കണ്ണൂരാണല്ലോ. നിങ്ങളുടെ അസോസിയേഷൻകാർ പ്ലാൻ ചെയ്ത് വിളിക്കണം. അപ്പൊ കണ്ണൂര് എവിടെയാണ്? കണ്ണൂര് പയ്യന്നൂർ എന്ന് പറയും. പയ്യന്നൂര് കോളേജിന്റെ അടുത്ത് അല്ലേ? അതെ അതെ. അറിയോ പയ്യന്നൂർ കോളേജ്? അല്ല, അവിടെ ഒരു കോളേജ് ഉണ്ടെന്ന് അറിയാം. അത് വെച്ചിട്ട് അങ്ങോട്ട് അലക്കാന്നുള്ളതാണ്. മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കയറി വരുമ്പോ അതിൽ കയറി തൂങ്ങിക്കോണം. അപ്പൊ എന്തായാലും ഷൈബാഷ് ഇന്ന് മുരുകേഷിന്റെ ടീമിലാണ്. എന്റെ ടീമിലാണ്ടാ. നമ്മുടെ പരിപാടി ഇന്നാണോ ആദ്യമായിട്ട് കാണുന്നത്? അല്ലല്ല, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലോ. ഞാൻ ഫോട്ടോ ഒക്കെ സെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ആണോ? അതെ അതെ. വിളിക്കാറുണ്ടോ? അല്ലല്ല, വിളിച്ചിട്ട് ഒരുപാട് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒരു പരിപാടിയായിട്ട് പോകും. ഷൈബാഷിന്റെ കൂട്ടുകാർ ഷൈബു എന്നാണ് വിളിച്ചിരുന്നത്. യെസ്, അങ്ങനെയും വിളിക്കാറുണ്ട് ചില ആൾക്കാർ. അപ്പൊ ഞാൻ എല്ലാം അങ്ങ് പ്രവചിക്കുന്നു. അപ്പൊ എന്തായാലും ഇത് ഗസ് ദി മൂവി റൗണ്ട് ആണ് കേട്ടോ ഷൈബാഷ്. ജയറാം ജഗതി, ഇന്ദ്രൻസ്, വാണി വിശ്വനാഥ്. ഇത് ജയറാം ജഗതിയും കൂടെ. അതെ, ജയറാം ആക്ച്വലി കൊട്ടാരം റിസീവർ ആയിട്ട് വരുന്നതാണ്. അതെ, കിലുകിൽ പമ്പരം. ശരിയാണ്. അപ്പൊ എന്തായാലും ഷൈബാഷിന്റെ പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷോയുടെ അവസാനം ലക്കി വിന്നർ ആവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇന്ത്യൻ 2 സിനിമ കാണാനുള്ള ഒരു കപ്പിൾ ടിക്കറ്റ്, അല്ലെങ്കിൽ കാലിക്കറ്റ് ജംഗ്ഷനിലേക്കുള്ള ഒരു വൗച്ചർ, 50 dirhams വൗച്ചർ, ഇതൊക്കെ ആയിരിക്കും സമ്മാനമായി ലഭിക്കാം. അതിൽ ഏതാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അതെ, ഓക്കേ ശരി. ഓക്കേ, ബൈ. ഓക്കേ, ബൈ, താങ്ക് യു. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഒരു ചെറിയ ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ 2 സിനിമയുടെ 2 ടിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ നാട്ടിൽ സിനിമ കണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഒരു സ്റ്റോറി ഇന്ത്യൻ 2 കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല, കണ്ടതിന് ശേഷം ഒരു റീൽ ഇട്ടു. കണ്ടതിന് ശേഷം എപ്പോഴും റീൽ ഇട്ടേക്കണം. അതെ, പക്ഷെ കാണാൻ പോകുന്നു നമുക്ക് മനസ്സിലായത്. കാണാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്. കണ്ട് സിനിമയുടെ റീലല്ല, എന്തോ സ്റ്റോറിയാണ് ഞാൻ കണ്ടത്. സിനിമയുടെ ഇത് വിട്ടിട്ട് പിന്നെ നമ്മള് അങ്ങനെ പറയും.
അപ്പൊ എന്തായാലും സിനിമയെ കണ്ടു. എങ്ങനെയുണ്ട് സിനിമ അങ്ങനെ ഒരു അത് ഇന്ത്യൻ 1 എന്ന് പറയുന്ന സിനിമ പറയുമ്പോൾ ഇന്ത്യൻ 1 എന്ന് പറയുന്ന സിനിമ വേണ്ട മതി. അല്ല പറയാണ്ട് എനിക്ക് എന്തായാലും അതിനെ കുറിച്ച് സംസാരിച്ച പറ്റി ചോദിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ ഹായ് ഹായ്, പറഞ്ഞോ. എന്താ പറയണ്ടേ? ആരാണിത്? ഇത് ഇന്ദു ആണ് വിളിക്കുന്നത്. ഇന്ദു നമ്മളെ നേരത്തെ വിളിച്ചായിരുന്നു ഒരു തവണ അല്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ ഓക്കെ. ഇന്ദു, സോറി ഞാൻ മറന്നുപോയി. എന്ത് ചെയ്യണു ഇന്ദു? ഞാൻ വർക്ക് ചെയ്യുന്നു. എവിടെ? അൽക്കൂസില്. ഇന്ദു അന്ന് പറഞ്ഞായിരുന്നു ഇതൊക്കെ. ആണോ? വേറെ എന്തൊക്കെ പറഞ്ഞു ഒന്ന് പറഞ്ഞേ. വേറെ എന്തൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദു ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി. എന്നാ പിന്നെ ഇന്ദു നാട്ടിലെവിടെയാ? ഞാൻ തൃശ്ശൂര് അല്ലേ? തൃശ്ശൂര് എവിടെ? തൃശ്ശൂര് പൂങ്കുന്നം. പണ്ട് നമുക്കൊരു കോളർ ഉണ്ടായിരുന്നു പൂങ്കുന്നത്ത്, അറിയാൻ വേണ്ട. ഇല്ല, ഞാൻ പുള്ളിയോട് ചോദിച്ചു പൂങ്കുന്നം വർക്ക് അറിയാം. അപ്പൊ പുള്ളി പൊൻകുന്നം വർക്ക് ചെയ്യണം. ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. അപ്പൊ ഈ പൂങ്കുന്നത്തിന്റെ പ്രത്യേകത എന്താണ്? പൂങ്കുന്നം നമ്മുടെ കെ കരുണാകരന്റെ നാടാണ്. ഓ അതെയോ? ഓക്കെ. പുള്ളി മാളയല്ലേ? അയ്യോ, പുള്ളി ഇവിടെയാ. ആണോ? പക്ഷെ അതാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ പുള്ളിയുടെ വീടൊക്കെ. അപ്പൊ ഈ പൂങ്കുന്നവും മാളയും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടോ? ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. വെറുതെ പുള്ളിക്കാരത്തെ അയ്യോ എന്ന് വിളിച്ചിട്ടില്ല. ഈ വിവരം ഇല്ലാത്തവൻ എന്താണ് ഇങ്ങനെ ചോദിക്കണേ? എന്നല്ലേ വിവരമുള്ള രണ്ടു മൂന്ന് കാര്യം പറഞ്ഞാൽ വിവരമില്ലെങ്കിൽ കേരളത്തെ പറ്റി പറയൂ. വിവരമില്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേര് പറയൂ. ഞാൻ അറിയില്ല. എന്തോ പറഞ്ഞു. ഹലോ, രാഷ്ട്രപതിയുടെ പേര് പെട്ടെന്ന് പറഞ്ഞേ. എന്നോടൊന്നും ഒരു ഇന്ത്യക്കാരൻ എന്താ പറയല്ലേ എന്ത് പറഞ്ഞു? ആദ്യം പറയട്ടെ. എന്ത് ആള് പറഞ്ഞു, ഇനിയെങ്കിലും പറ. ഞാനൊന്നും പറയില്ല. കണ്ടാ വിവരം മേലാമുണ്ടരുത് വിവരത്തെ. അതാണ് മണ്ടത്തരത്തിന്റെ ഫെലോഷിപ്പ് മേടിച്ചവളാണ്. വിവരമില്ല, ഞാൻ മിണ്ടില്ല. വിവരക്കേട് പറയില്ല ഞാൻ. അത്രയുണ്ട്. കണ്ടാ, എനിക്കറിയാം രാഷ്ട്രപതിയുടെ പേര് അറിയില്ല. എനിക്കെല്ലാം അറിയാം. ഞാൻ അത് തെളിയിക്കാൻ, ഞാൻ എന്റെ വിവരം ഒന്നും ഇവിടെ തെളിയിക്കാനല്ല അത്. എന്നാൽ ഇന്ദു ഈ പരിപാടി സ്ഥിരം ഒന്ന് കണ്ടാൽ ഏതാണ്ടൊരു പിക്ചർ കിട്ടും. ഹിന്ദു വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നമുക്ക് ആ വിശേഷങ്ങൾ ചോദിക്കാം. ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. എന്താണ് അവരുടെയൊക്കെ പേര്? ആരുടെയൊക്കെ പേര്? ഹസ്ബൻഡ് എല്ലാവരുടെ പേരും പറഞ്ഞോ. എല്ലാരും അറിയട്ടെ. അതെ, മോന്റെ പേര് പ്രണവ്, മോളുടെ പേര് പുണ്യ. പ്രണവ്, പുണ്യ, നല്ല പേര്. അന്ന് ഈ പേരൊന്നും പറഞ്ഞില്ലായിരുന്നു. അവിടെ ആരാണ് പാട്ട് പാടുന്നത്? ഹസ്ബൻഡിന്റെ പേരെന്താ? പ്രേം. പുണ്യ, പ്രണവ്. പ്രേം ചോപ്ര എന്നൊക്കെ അന്ന് പറഞ്ഞായിരുന്നു നമ്മൾ വിളിച്ചപ്പോ. അങ്ങനെ പറഞ്ഞു. ഹിന്ദി പേരല്ലേ എന്ന് ചോദിച്ചായിരുന്നു അല്ലേ? ചോദിച്ചായിരുന്നു. അപ്പൊ ഇന്ദു അന്ന് പാട്ട് പാടി തന്നു നമുക്ക്. ഞാനായിരിക്കില്ല. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. ഇത് കുഴപ്പമില്ല, അത് വയസ്സായി വരുന്ന. ഇപ്പൊ നാട്ടിൽ പോണുണ്ടോ? കുട്ടികൾക്ക് വെക്കേഷൻ, സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ? അപ്പൊ വെക്കേഷൻ എന്താ ചെയ്യണേ? ഇല്ല, ഇപ്പൊ വെക്കേഷൻ വീട്ടിലിരിക്കുന്നവര്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഇന്ദുവിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ടി വി കാണും, പാട്ട് കേൾക്കും, വേറെ ഒന്നുമില്ല. ഏത് ടൈപ്പ് പാട്ടുകളാണ് ഇഷ്ടം? ഏതാണ് ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ? ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ട്രെൻഡിങ് പാട്ട് ഏതാണ്? ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ട്രെൻഡിങ് പാട്ട് ഏതാ? അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ടുമല്ലോ. പഴയ പാട്ടുകളാണോ കേൾക്കുന്നത്? എനിക്ക് അതെ, മീഡിയം പഴയ 90s പാട്ടുകൾ. ഈ പാട്ട് കേൾക്കുന്നവരെ പിള്ളേര് വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ? വസന്തം. ഏത് പിള്ളേരെ അങ്ങനെ വിളിക്കണേ? അങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ? ഇന്ദു, ആരാണ് ചോദിക്കുന്നത്? താങ്കൾ തന്നെയാ ചോദിക്കണേ. ഞാനോ? അപ്പോ ചോദ്യം ഇതാണ്, ഗസ് ദി സോങ് റൗണ്ട് ആണ്. മമ്മൂട്ടി, മുകേഷ്, ഹരിശ്രീ അശോകൻ, ഭാവന, നായികയെ വളയ്ക്കാനുള്ള നായകന്റെ ശ്രമം. കിടിലം പാട്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. സ്വയംവര ചന്ദ്രിക. അത് തന്നെ, പാട് പാട്. അറിയില്ല. ഹൃദയരാഗദൂത് പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു നൽകാം. കുഞ്ചും കണിത്തെന്നലേ തിഞ്ചിൻ കിളിക്കൊഞ്ചലേ മെല്ലെയൊന്നു ചെന്നു പറയാമോ കാണിനിഴലും കിനാവിൻ പരിഭവങ്ങൾ. ഇതാണ് പാട്ട്. അതാണ് പാട്ട്. പാട്ട് കണ്ടുപിടിച്ചു, പക്ഷെ പാടിയില്ല. പക്ഷെ എന്നാൽ സാരമില്ല. ഈ പാട്ട് നമുക്ക്
ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പാട്ട് ഇതാണ്. ഈ വേറൊരു പാട്ടുണ്ട്, ഇതിനകത്ത് എല്ലാ പാട്ടുകളും നല്ലത് ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളല്ല. പക്ഷെ ഇതിലാണ് മമ്മൂക്ക ഒന്ന് സുന്ദരനായിട്ട് വരുന്നത് അയ്യോ പാട്ടില്. അല്ല അതിൽ അതുവരെ മറ്റേ എക്സിക്യൂട്ടീവ് വേഷത്തിലും മറ്റുമൊക്കെയാണ്. എനിക്ക് മമ്മൂട്ടിയുടെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമല്ല. അതാണ് അതിന്റെ മങ്കി ക്രോപ്പ് പോലെ പുള്ളി അതുവരെ ഇതുപോലെ എക്സിക്യൂട്ടീവ് ഡ്രസ് ഒക്കെ ഇട്ട് വന്നിട്ട് ഈ ഒരു പാട്ടിലാണ് തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ഏറ്റവും ഇഷ്ടം പാടിയത് ആ ഒരു വരിയിൽ. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഭേനെയാണ്. എന്റെ കൂടെയുള്ള ഒരുപാട് പുരുഷന്മാർക്ക് രംഭയാണ് ഇഷ്ടപ്പെട്ടത്. രംഭ ഇപ്പൊ കണ്ടിരുന്നോ? രംഭ ഇപ്പൊ വീണ്ടും ഇൻസ്റ്റയിലൊക്കെ രംഭയുടെ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ പിന്നെ മനസ്സിലായി എനിക്ക് എന്ത് വയസ്സായി കാണാം. അതല്ലേ ഇത്ര സന്തോഷം. നോ, ഷീ ഈസ് ലുക്കിംഗ് വെരി ക്യൂട്ട്. നല്ല രസമായിട്ട്. അപ്പൊ എന്തായാലും ഇന്ദുവിന്റെ പേര് ലക്കി ഡ്രോയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് വരെ കാണുക. അപ്പൊ ലക്കി ആണെങ്കിൽ ഇന്ത്യൻ 2 എന്ന സിനിമ കാണാനുള്ള 2 ടിക്കറ്റ്, അതായത് കപ്പിൾ ടിക്കറ്റ്, അതല്ലെങ്കിൽ കാലിക്കറ്റ് ജംഗ്ഷൻ നൽകുന്ന ഒരു വൗച്ചറും ഉണ്ട്, ഒരു ഫുഡ് കഴിക്കാനുള്ള വൗച്ചർ. ഓക്കെ, എവിടെ താമസിക്കുന്ന? ഇവിടെ ഞാൻ മൂവിയില്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. 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 ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നിങ്ങൾ ആ ടിവിയുടെ വോളിയം കുറയ്ക്കുക. കുറച്ചിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. ആരാണ് സംസാരിക്കുന്നത്? ഹെന്ന. ഹെന്ന നമ്മളെ വിളിച്ചിട്ടുണ്ടോ? മുന്നേ വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം ഹെന്ന? ഹന്നയാണ് നമ്മളെ ഇടയ്ക്ക് വിളിക്കുന്നത്. ഹെന്ന നേരത്തെ എനിക്ക് ഓർമ്മ കിട്ടുന്നത്. ഹെന്ന എവിടെയാണ് നാട്ടില്? നാട്ടില് കോഴിക്കോട്. കോഴിക്കോട് എവിടെ? തിരുവണ്ണൂര്. അറിയാമോ? ഇല്ല അല്ലേ? ഇങ്ങനെയല്ലേ ഓരോന്ന് വായിക്കേ. സ്വന്തമായിട്ടൊന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എന്റെ തോളി വലിഞ്ഞു കയറിക്കോണം. ഹെന്ന പാട്ട് പാടുമോ? ഇല്ല. ഇല്ല. എന്താ ചെയ്യണേ ഹെന്ന? ഞാൻ ഹൗസ് വൈഫാ. ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡും ഒരു മോളും. മോള്. എന്താണ് അവരുടെ പേര്? അപ്പൊ എന്താണ് വീട്ടിലെ എന്റർടൈൻമെന്റ്? എന്താണ്, എന്ത് ചെയ്യും? കുക്കിംഗ് ചെയ്യും. കുക്കിംഗ്, ടിവി കാണും. പിന്നെ അല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, തയ്യല്, ലൈക് ഗാർഡനിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അത് ഡെയിലി ഒന്നും ചെയ്യില്ല. എപ്പോഴെങ്കിലൊക്കെ സ്റ്റിച്ചിങ്ങും പിന്നെ റീഡിങ് അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. അതിന്റെ ഹോബി കുക്കിംഗ് അല്ലേ? ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് കുക്ക് ചെയ്തിട്ടിരുന്നു, കണ്ടില്ല? എന്തായിരുന്നു അത്? കാണണം അതൊക്കെ. വല്ല അവലോസുണ്ടായിരിക്കും, എളുപ്പത്തിലുള്ളത് ഇങ്ങനെ ഉരുട്ടിയിടാൻ പറ്റും. അവലോസുണ്ട് എന്താ എളുപ്പ? അവലോസുണ്ട് എന്താന്ന് പോലും അറിയണ്ടാവില്ല. സംസാരിക്കും. വീട്ടിലെ അമ്മ കുക്ക് ചെയ്യും, ആതിര കഴിക്കും. ഞാൻ ഈ ഇടയ്ക്ക് കുക്ക് ചെയ്ത് കുറെ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ല? പോയി കാണൂ. അപ്പം എന്താണ് അതിൽ കൂടെ ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ലല്ലോ. ഏത് കൂടെ? നേരിട്ട് കണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് വേണം. 5 ദിവസം ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാരും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. പേടിപ്പിച്ചിട്ടാണ്. മറ്റേ കൊച്ചുകുട്ടിയൊക്കെ ആയിരിക്കും, അനിയന്റെ മോനെയൊക്കെ കൊള്ളാമോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊള്ളാന്നല്ലേ പറയും കുട്ടി. അപ്പൊ എന്നാ പറയൂ. അപ്പൊ നാട്ടിൽ പോകണ്ടോ അവധിക്ക്? ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഹസ്ബൻഡ് ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? ഹസ്ബൻഡ് അഡ്നോക്കില്. അഡ്നോക്കിലാണ്. എന്താണ് പേര് പുള്ളിയുടെ? അബുദാബിയിലാ നിങ്ങള്? അബുദാബി. ഓക്കെ. എന്താണ് പേര്? സുഫിയാൻ. സുഷിയാൻ. സുഷിയാൻ. സുഷിയല്ല, സുഷിയല്ലേ? FIYAN. സുസിയാൻ. സുസിയാൻ. ചെവിയും കേട്ടൂടാ, കണ്ണും കണ്ടൂടാ. അപ്പൊ എന്തായാലും പിന്നെ മോളുടെ പേരോ? മെഹറീൻ. മെഹറീൻ. ആ പേര് കറക്റ്റ് ആയിരിക്കും. മെഹറീൻ. മറ്റേത് സുഷിയാൻ. നേരത്തെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇവിടെ ഷമൽ എന്ന് പറഞ്ഞ് വിളിച്ച ചെറുപ്പക്കാരനെ ഷംലയാക്കി. അല്ല, എന്റെ കൂടെ ചേർന്ന് ഷംല. അത് പിന്നെ കോൺഫിഡൻസോടെ ഇവള് ഷംല എന്ന് വിളിക്കുന്നു. പുള്ളി അവിടെ ഞാൻ എന്ത് ചെയ്താലും അതുപോലൊക്കെ ചെയ്യുമോ? അല്ല, പുള്ളി വിളിയും കേട്ടെന്ന്. അതെ, പുള്ളി വിളിയേട്ട പുള്ളി ക്ലിയർ ആയിട്ട് കേൾക്കാത്തതുണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇത് രണ്ടും കൂടെ കേൾക്കുമ്പോ അത് തന്നെയാണ് എനിക്ക് പറ്റിയത്. ഞാൻ ക്ലിയർ ആയി കേട്ടില്ല. എന്റെ ദൈവം, ഇതിന് മുന്നേ ഇതുപോലത്തെ മണ്ടത്തരം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട്. ആ ഇന്ദു വിളിച്ചോണ്ട് എനിക്ക് പേടിയായിരുന്നു. ഇനി ഇടയ്ക്ക് ജന്തുവാണ് വിളിക്കുന്നു. ഇന്ന് എന്റെ ടീമിലാട്ടോ. ഗെസ് സോങ് ആണ്. ഇതൊരു പഴയ പാട്ടാണ്. അതായത് റഹ്മാൻ പാട്ട് പാടും ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ. റഹ്മാൻ, ശോഭന, ഔസേപ്പച്ചൻ, ഭരതൻ. ഓക്കെ. ഗാനരംഗത്ത് കളരി, കരാട്ടെ സീൻസ് ഉണ്ട്. നായികയുടെ പ്രണയവേദനയാണ് തീം. പഴയ സിനിമയാണ്, വെരി ഓൾഡ് സിനിമ. അതന്നെ. ഇനി പാട്ട് പറയും. പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതെ, എനിക്കും അറിയാം. അതന്നെ. പാടിക്കോ. താരും ദൂരെയാ
നാഗമിൻ താരാട്ടിനായി ദൂരേതോ കാനനത്തിൽ താരും തളിരും വിഴിതൂണ്ടി താനേ ശമാംബരത്തിൻ നിറമായി. അതാണ് പാട്ട്. നല്ല പാട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. അതെ, ഈവൻ അതിന്റെ പിക്ചറൈസേഷൻ, അതിന്റെ അത് ശോഭന റഹ്മാനൊക്കെ എന്ത് രസം അവരൊക്കെ കാണാൻ. ഈവൻ ബാബു എന്നെ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടം. ബാബു എന്നിയുടെ ഫസ്റ്റ് മൂവി അത്. അന്ന് ഈ ശോഭനയും റഹ്മാനുമായി കല്യാണം കഴിക്കുന്നുണ്ടോ ഇന്ന് ചില സംശയങ്ങൾ ഉണ്ടായി അല്ലേ? ഉണ്ടായി. അവരായിരുന്നല്ലോ ഏറ്റവും നല്ല പേര്. അതെ. അയ്യോ പോയോ ഹെന്ന? നമ്മൾ ഇത്ര നേരം ഞാൻ പാട്ട് കേട്ടാണ് അവിടെ ഇരുന്നതാ. ആണല്ലേ. അതെ. അപ്പൊ ഹെന്ന കൺഗ്രാചുലേഷൻസ്, പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം പേര് വരുന്നുണ്ടോ ലക്കി ഡ്രോയിൽ. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കാം. ആനയും വിളിക്കണ്ടി. പക്ഷെ നിങ്ങളുടെ കാണില്ല, ഞാൻ നോക്കുന്നൊന്നും കാണലില്ല. അത് നമ്മൾ അതെ, ഇടയ്ക്ക് ഈ വെച്ചിട്ട് മുരുകേഷ് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നോണ്ടാ. ഇനി കാണും, വ്യാഴാഴ്ചകളിൽ നമ്മൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ മുങ്ങുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിൽ ഒന്ന് പരതിയാൽ മതി. അതിൽ ഏതെങ്കിലും ഓട്ടോയിൽ തൂങ്ങിയോ ട്രെയിനിൽ തൂങ്ങിയോ കിടക്കുന്നത് കാണാം. ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടെങ്കിലും പോകും. അയ്യോ ഇപ്രാവശ്യം ഞാനല്ല പോയത്, മുരുകേഷ്. അതാ ഇപ്രാവശ്യം ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ എന്നാ ഇനി വിളിക്കണം. ആയിക്കോട്ടെ. ഓ ബൈ. നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിൽ എത്തുക കേട്ടോ, എന്നിട്ട് സംസാരിക്കാം നമുക്ക്. നിങ്ങൾ അവിടെ പറഞ്ഞു തീർക്കും പ്രശ്നം. എന്താ അത് ഇവിടെ? ഹലോ ഹലോ, അവിടെ എന്തായിരുന്നു ബഹളം? അത് നിങ്ങളെ സൗണ്ട് തന്നെയാ. ഓ റെയ്ഹാൻ, ഞാൻ വിചാരിച്ച ആരും അടി കൂടുന്നു അവിടെ. ഹലോ, റെയ്ഹാനത്താണോ അത്? ഞാൻ സ്മൃതി. സ്മൃതി. ഞാൻ കൊറേ മുന്നേ വിളിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾ കൊറേ ആയിട്ട് കാണുന്നില്ലായിരുന്നു. അതന്നെ. സ്മൃതി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബായിൽ. ദുബായിൽ എവിടെ? നേരെ റെഹാനത്തിന്റെ പോലത്തെ ശബ്ദം. ശരിക്കും റെയ്ഹാനത്തിന്റെ അതേ ശബ്ദവും ആ ഒരു ശൈലിയും അല്ലേ സംസാരം. നാട്ടിലെവിടെയാ സ്മൃതി? കോഴിക്കോട്. കോഴിക്കോട്. ചുമ്മാ അല്ല, എല്ലാരും ഒരുപോലെ ഇരിക്കുന്നുണ്ട് സംസാരമൊക്കെ. സ്മൃതി എന്ത് ചെയ്യണു? റെയ്ഹാൻ സംസാരം. ഞാനിവിടെ വർക്ക് ചെയ്യാണ്, ആസ്റ്ററിൽ വർക്ക് ചെയ്യാം. ആസ്റ്ററില. ഓക്കെ. ഏത് ആസ്റ്ററില? ഞാൻ വരുന്ന ആസ്റ്ററിലാണോ? ദുബായിലില്ല. ബർദുബായ്. ഓക്കെ. ബർദുബായ് ആസ്റ്ററിലാണ്, ഫാർമസിയിലാണ് അല്ലേ? ലാബിലാണ്. ചുമ്മാ എറിഞ്ഞു നോക്കിയതാണ് കേട്ടോ. മുരുകേഷിനെ കണ്ടിരുന്നു മറ്റേ കരാമയിൽ വെച്ചിട്ട്. എന്താണ് ഹസ്ബൻഡുമായിട്ട്? ഓ, ഹസ്ബൻഡുമായിട്ട്. ഓക്കെ, നമ്മൾ നിന്ന് സംസാരിക്കുകയും ചെയ്തു. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, രണ്ടുപേരും ഓർമ്മയുണ്ട്. പക്ഷെ സ്മൃതിയെ ഹസ്ബൻഡിനെ കണ്ട മലയാളികളെന്ന് പറയില്ല കേട്ടോ. ഇവര് ഇങ്ങനെ ഹലോ എന്ന് വിളിച്ചു വന്നപ്പോഴത്തേക്ക് ഞാനും വഴി വയ്ക്കാനായിരിക്കും വിചാരിച്ചു. കാരണം മലയാളി ലുക്കില്ലല്ലോ. അപ്പൊ അടുത്തുനിന്ന് സംസാരിച്ചപ്പോ എനിക്ക് അങ്ങനെ പ്രോഗ്രാം കണ്ടു. അപ്പൊ എന്തൊക്കെയുണ്ട് സ്മൃതി വിശേഷം? ഹസ്ബൻഡിനെ പ്രത്യേക അന്വേഷിച്ചെന്ന് പറഞ്ഞു കേട്ടോ. ഈ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് നാട്ടിൽ വല്ലതും പോകണ്ടോ? അത് ഓണത്തിനെ പോകണല്ലോ. ഇല്ല, ഇനിയിപ്പം അടുത്ത വർഷമൊക്കെ ഉണ്ടാവുള്ളൂ. അടുത്ത വർഷം. അപ്പൊ സ്മൃതി പാട്ട് പാടുവോ? ചെറുതായിട്ട്. അപ്പൊ ഒരു പാട്ട് കേൾക്കാം. ഇന്ന് ആരും പാടിയില്ല. പാട്ട് പാടണം അല്ലേ? ഇഷ്ടമുള്ള ആരോ കിനാവിന്റെ പടി കടന്നെത്തും പദനിസ്വരം. ആരോ കിനാവിന്റെ പടി കടന്നെത്തും പദനിസ്വരം. പിന്നെയും ആരോ നിലാവത്ത് പൊന്നേടി ഊതുന്ന മൃദുലീന്ദ്രനും. പിന്നെയും ആരോ ആരോ ആരോ. ഓ അടിപൊളി. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഓ, കുറച്ച് പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്ന സമയത്ത് കുറച്ച്. നല്ല ശബ്ദമാണ് കേട്ടോ. ഇനിയും പാടണം സ്മൃതി. ഓ ആയിക്കോട്ടെ, താങ്ക് യു. അപ്പൊ ഇന്ന് ആരുടെ ടീമിലാണ്? മുരുകേഷിന്റെ ടീമിലാണ്. എന്റെ ടീമിലാണ് സ്മൃതി. അപ്പൊ ഒരു പാട്ട് പാടാനുള്ള അവസരം കൂടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. മനോജ് ചേച്ചിയും മുരളി ഗസ്റ്റ് ദി സോങ് ആണ് കേട്ടോ. അതാ പിടിച്ചോ ഇതിന്റെ ക്ലൂസ്. മനോജ് കെ ജയൻ, മോനിഷ. മനോജ് കെ ജയൻ, മോനിഷ. ജോൺസൺ മാഷിന്റെ സംഗീതം, യേശുദാസ്. ഒരു നൈറ്റ് മെലഡി സോങ്. മോനിഷ, മനോജ് കെ ജയൻ, അങ്ങനെ ഒരുപാട് സിനിമയില്ലല്ലോ, ഒരു സിനിമയൊക്കെ ഉള്ളൂ. മോനിഷ കുറച്ച് സിനിമയില്. അതെ. അതിൽ മനോജ് കെ ജയനോട് എനിക്കൊന്നും ഈ ഒരു സിനിമ ഉള്ളൂ എന്ന് തോന്നുന്നു. രണ്ടാമത്തെ വരിയിൽ നൈറ്റ് എന്ന വാക്ക് വരുന്നുണ്ട്.
നീലരാവ്. അതന്നെ. യെസ്, പാടിക്കോ പാടിക്കോ Correct. പാടിക്കോ. ആ പാടിക്കോളൂ. എന്റെ ചോദിക്കുന്നത് നീലരാവ് നിന്റെ താരഹാരമിളകി അല്ലേ? അത് തന്നെ. അതന്നെ. പാടിക്കോ. പാടിക്കോ ആരും. ശീതളാംഗമേകി പാർവതി ആതിരേ ദേവാംഗനേ നേരത്തെ അത് നല്ല അടിപൊളിയായിട്ട് പാടിട്ടോ ചിലമ്പല പാട്ട്. ഓ താങ്ക് യു. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഞാൻ. അയ്യ. സ്വരസ്ഥാനങ്ങളെല്ലാം ഉറപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഞാൻ കുട്ടിക്ക്. ഉവ്വ ഉവ്വ. അപ്പൊ എന്തായാലും അടിപൊളി കേട്ടോ. സ്മൃതി നന്നായി പാടി. അപ്പൊ ഇനിയും വിളിക്കുക. എന്തായാലും സ്മൃതിയുടെ പേരും ലക്കി ഡ്രോയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. കൊറേ നാളുകൾക്ക് ശേഷം സംസാരിച്ചു. അതെ, അപ്പൊ ഇനി ഇനി വിളിക്കാം വിളിക്കണം കേട്ടോ. കേട്ടോ, ഇനി വിളിച്ചാ മതി. ശരി. ഓക്കെ ബൈ. അപ്പൊ ചെറിയൊരു ബ്രേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. വിന്നേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വിന്നേഴ്സ് ആരാന്ന് നമുക്കറിയാം. കാരണം ഇന്ന് നമ്മുടെ കോൾ ചെയ്ത വിന്നേഴ്സ് എല്ലാവരുടെ പേരും ഈ ഒരു ചെപ്പിലുണ്ട്. അതെ. അപ്പൊ അതിൽ നിന്ന് ആരാണ് 4 ലക്കി വിന്നേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ പ്രൊഡ്യൂസർ അതെ ആ എടുക്കു കുലുക്കിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് എടുത്തോളൂ. അല്ല അത് കൈ കിട്ടണ്ടേ. ആ മോതിരം ഒരു വെച്ചിട്ട് എടുക്കാം. അവിടെ കിടക്കും. അപ്പോ കിട്ടിയിരിക്കുന്നത് ഷംഷാദ്. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കോളർ ആയിരുന്നു ഷംഷാദിന് കിട്ടിയിരിക്കുന്നത് കാലിക്കറ്റ് ജംഗ്ഷനിൽ നിന്നുള്ള 50 dirhams വർത്ത് വൗച്ചർ ആണ്. അടുത്ത വിന്നർ ആരാന്ന് ഞാൻ തന്നെ നോക്കുന്നു. പിടിച്ചേ. ഇല്ല, കൈ വെച്ച് നോക്കും. Come on, please hold. ഈ അഹങ്കാരത്തിന് ആരാ നോക്കാം. ആർക്കാണിച്ചത്? ഷൈബാഷ്. കൺഗ്രാറ്റുലേഷൻസ് ഷൈബാഷ്. ഇന്ത്യൻ 2 കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ് ആണ്. ഓക്കെ. അൽ ഹംറ സിനിമ ഷാർജയിലാണ് ഈ ഒരു സിനിമ കാണാനുള്ള അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അടുത്ത നോക്കട്ടെ ഞാൻ. അടുത്ത കപ്പിൾ ഇൻവൈറ്റ് കിട്ടിയിരിക്കുന്നത് ഹെന്നയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ 2 കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ് ആണ്. ഷാർജ ഹംറ തിയേറ്ററിലാണ് കേട്ടോ. അപ്പോൾ ഒരു വിന്നർ കൂടെ ഉണ്ട്, നോക്കാം. ഇതിന് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നാളെ രാവിലെ 9 മണിക്ക് ശേഷം 800-825-825 എന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ലാസ്റ്റ് കോളർ സ്മൃതിക്കാണ് അടുത്ത സമ്മാനം ലഭിച്ചിരിക്കുന്നത്. സ്മൃതിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ 2 കാണാനുള്ള, വീണ്ടും ഇന്ത്യൻ 2 കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ് ആണ് സ്മൃതി. അപ്പം എൻജോയ് ദ മൂവി. ഷാർജ ഹംറ തിയേറ്ററിൽ വെച്ചിട്ടാണ് സിനിമ. അപ്പൊ നിങ്ങൾ എല്ലാവരും 800-825-825 നമ്പറിൽ നാളെ രാവിലെ സമ്മാനങ്ങൾ കരസ്ഥമാക്കുക. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളെല്ലാം ഇവിടുന്ന് ദൂരീകരിക്കുന്നതാണ്. അപ്പൊ ഇന്ന് വിൻ ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. വിൻ ചെയ്യാത്തവർ സാരില്ല, നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും വിളിക്കുക. അപ്പൊ എന്തായാലും എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്. ഗുഡ് നൈറ്റ്.